ഒരു പേഷ്യൻ്റ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് എങ്ങനെയെങ്കിലും അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ പക്ഷേ നമ്മൾ ആസ് എ ഡോക്ടർ നമുക്കെന്താ, വി വോണ്ട് ടു സേവ് ദിയർ ലൈഫ്. അപ്പോൾ ഇവർ മരണം വേണം എന്ന് പറഞ്ഞു വന്നാലും നമുക്കങ്ങനെ അവരെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു ഒരു ഒരു ഉണ്ടായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഒരു 35 ഇയർ ആയിട്ടുള്ള ഒരു ഫീമെയിൽ, അവർ വീട്ടമ്മയാണ്. റീസെൻ്റ്ലി അവർ ജിമ്മിൽ ജോയിൻ ചെയ്തതിൻ്റെ പുറകിൽ എന്തോ വീട്ടിൽ ഭർത്താവുമായിട്ട് കശുവിശ ഉണ്ടായി, ഇവർ തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ കുറച്ച് സെപ്പറേറ്റ് ആയപ്പോൾ കുട്ടിയെ കാണാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ സംഭവം ഈ വീട്ടമ്മ വന്നിട്ടുള്ളത് എലിവേഷൻ കഴിച്ചിട്ടാണ് വരുന്നത്. ചെറിയ തോതിൽ ചെറിയൊരു പീസ് കഴിച്ചു, മിക്സിയിലിട്ടിട്ട് ജ്യൂസിൻ്റെ കൂടെ അടിച്ച് ചെറിയൊരു പീസ് കഴിച്ചു എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഇവർ വന്നു, ഇവർ നോക്കി, ഇവർ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവർ പറഞ്ഞു ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് ജീവിക്കേണ്ട എന്നുള്ള സ്റ്റബാണ്. അവരൊന്നും പറയാൻ പോലും വില്ലിങ് അല്ലായിരുന്നു. പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു, നമ്മൾ റിസസിറ്റേറ്റ് ചെയ്തു, നമ്മൾ സ്റ്റൊമക്ക് വാഷ് കൊടുത്തു, നമ്മളെല്ലാം കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ICUവിൽ കീപ്പ് ചെയ്തു. പക്ഷേ പേഷ്യൻറ്റിൻ്റെ നില വഷളായിക്കൊണ്ടിരുന്നു, ഗുരുതരമായി, നമ്മൾ ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദിവസം തോറും കിഡ്നി ഫെയിലർ പോലെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ നമ്മളാകെ പാനിക്കായി, ബിക്കോസ് നമ്മൾ ചെറിയൊരു സാധനമേ കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പക്ഷേ പേഷ്യൻറ്റിന് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞു കേട്ടോ, ഈ ഇഷ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് തിരിച്ചു പറയാൻ തുടങ്ങി, എന്നെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യോ. പക്ഷെ അപ്പോഴേക്കും ടൈം കഴിഞ്ഞിരുന്നു. അവരപ്പോഴാണ് തുറന്നു പറയുന്നത്, അവർ ചെറിയ പീസ് മാത്രമല്ല, അവർ ഒരുപാട് ടാബ്ലറ്റ്സ് അവർ കഴിച്ചിട്ടുണ്ട്, വേറെ ഒരുപാട് സാധനങ്ങൾ അവർ കഴിച്ചിട്ടുണ്ട്. മരിക്കണം എന്നുള്ള തീരുമാനമെടുത്ത് അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അവർ കഴിച്ച സാധനങ്ങളെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആൻറ്റിഡോട്ട് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. എനിവേ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നോക്കിയെങ്കിലും പേഷ്യൻറ്റിനെ പിന്നെ റെഫർ ചെയ്യേണ്ടി വന്നു. അവിടുന്ന് ഒരു 1 വീക്കിന് ശേഷം പേഷ്യൻ്റെ ഡെത്തായി. പക്ഷേ ദാറ്റ് വാസ് ഒരു വളരെ ഹാർഡ് ട്രൂത്ത് ആയിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ. ബിക്കോസ് പേഷ്യൻ്റ് 2 ഡേയ്സിന് ശേഷം വളരെയധികം സങ്കടത്തോടെ കൂടെ ചോദിക്കുക, എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന്. അത് വല്ലാതൊരു കണ്ണ് നനയ്ക്കുന്നൊരു മൊമെൻ്റ് ആയിരുന്നു.